ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ പോണത് ആദിയോഗിയിലേക്കാണ്. അച്ഛനോട് കുറേ നാളായി പറയുന്നു ആദിയോഗിക്ക് പോവാൻ. പോകുന്ന വഴിയിൽ കുറേ ആൾക്കാരെ കണ്ടു. അപ്പോഴാണ് മനസ്സിലായത് ഒരമ്പലത്തിൽ പരിപാടി നടക്കുകയാണെന്ന്. ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് 11 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദിയോഗിയിലെത്തി. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് നടക്കുകയാണ്. നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് വലിയൊരു ശിവനെ. കാണുമ്പോൾ നല്ല രസമുണ്ട്. ഹലോ ഗായ്സ്, ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആദിയോഗിയിലിട്ടോ ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ലൈറ്റ് കത്താൻ തുടങ്ങിയെന്ന് തോന്നുന്നു. എനിക്ക് പേടിയാവുണ്ട് കേട്ടോ ഒക്കെ കൂടി കണ്ടിട്ട്. ഞങ്ങളിപ്പോ കോഫി കുടിക്കാൻ പോകട്ടെ. ആ കണ്ട നേരെ കടയിൽ ഞങ്ങൾ പോയി കോഫി കുടിക്കുന്നു. ഞങ്ങളുടെ ടീമാണ് ഇതൊക്കെ. നല്ല തിരക്കുണ്ട്. ആ ശിവന്റെ അവിടെ മാത്രം അവിടെ ഇരിക്കാനും സ്ഥലമൊക്കെ ഉണ്ട്. അവിടേക്ക് നോക്കിയ വലിയ മല. അവിടുന്ന് ഇവിടെ മൊത്തം അവിടുന്ന് നമ്മൾ വന്നതാണ്. ചേച്ചിയെ അതറിയില്ല. അവിടുന്ന് നമ്മൾ ഏതോ ഒരു ലോകത്ത് പോവാണ് കേട്ടോ. എത്തിയാ തോന്നുന്നു. അമ്പലത്തിന്റെ പേഴ്സൊക്കെ പറഞ്ഞുതരാം. ആദ്യം തന്നെ അച്ഛണ്ട്, പിന്നെ എന്റെ ചേച്ചി, അത് അമ്മായി, പിന്നത് അമ്മ ചേച്ചിക്ക് അവിടെയാണ്. പിന്നെ താത്തനി മാമയുണ്ട്. അങ്ങനെ നമ്മൾ ചായ ഓർഡർ ചെയ്ത് ചായ കിട്ടിയിട്ട് എല്ലാവർക്കും ബജ്ജിയും 2 ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ലൈറ്റൊക്കെ ഓഫായി. അപ്പോൾ ഇത് ശിവന്റെ ലൈറ്റൊക്കെ ഓണായിട്ട് ലൈറ്റ് ഷോ. Years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and ശിവന്റെ അടുത്തേക്ക് പോയി. അവിടെ ഞങ്ങൾ ചുറ്റി. എന്നിട്ട് അവിടെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കുറച്ച് ഇരുന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. ഒരിക്കൽ കൂടി വരണം എന്ന് ആഗ്രഹം ഉണ്ട്.